സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇന്ന് കേരള PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്കായിട്ട് പരീക്ഷ നടത്തിയിരുന്നു. അതിൻ്റെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യത്തെ ചോദ്യം, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി ആര് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്, ജഗ്ദീപ് ധൻകർ. ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. ഓപ്ഷൻ സി, ശതവാഹനന്മാർ. എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരി ഉത്തരം എഴുതുക. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം, പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം. മാച്ച് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. എ 3, വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തിയത് 1948. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തു 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. ഇവിടെ തന്നിരിക്കുന്നത് കുറിച്യ കലാപം, വേലുത്തമ്പിയുടെ കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം എന്നിവയാണ്. ശരിയായ കാലക്രമമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3, 4, 2, 1. കുറിച്യ കലാപം നടന്ന വർഷം 1812 ആണ്. വേലുത്തമ്പിയുടെ കലാപം 1808, 1809 കാലയളവിലാണ് നടന്നത്. ആറ്റിങ്ങൽ കലാപം 1721 അതുപോലെ ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793, 1797, 1793, 97 കാലഘട്ടത്തിലും രണ്ടാം പഴശ്ശി കലാപം നടന്നത് 1800, 1805. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? തന്നിരിക്കുന്നു, ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമായിരുന്നു. കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക, പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക. ഓപ്ഷൻ ബി ആണ്, കേന്ദ്രത്തിലും പ്രവിശ്യകളിലും ഉത്തരവാദിത്ത ഭരണം ഏർപ്പെടുത്തുക എന്നതാണ് നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധം ഇല്ലാത്തത്. പ്രിൻസെപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. ഓപ്ഷൻ എ ആണ്, അഗസ്റ്റസ് സീസർ. താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി പമ്പ നദിയാണ്. പാമ്പാർ, ഭവാനി, കബനി എല്ലാം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം. നീർമഹൽ രുദ്രസാഗർ തടാകത്തിലാണ്. രുദ്രസാഗർ തടാകം. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫ്രാൻസ്. അടുത്ത ചോദ്യം, അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ സി, ശിലാവൽക്കരണം. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാന്ധവ്ഗഡ് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. സോനാമാർഗ് തുരങ്കം ഏത് ദേശീയപാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സോനാമാർഗ് ദേശീയപാത 1 ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിലെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 എന്നിവ ശരിയാണ്. 1, 3 എന്നിവ ശരിയാണ്. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം?
ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2, 3 എന്നിവ ശരിയാണ്. 2, 3 എന്നിവ ശരിയാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 ചുവടെ നൽകിയിട്ടുള്ളവയിൽ GST ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നു. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 3 എന്നിവ. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി എന്നിവയെല്ലാം GST ലയിക്കപ്പെട്ട പ്രധാന നികുതികളാണ്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നത് 1995 നോബൽ സമ്മാനം ലഭിച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്. 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ആണവധാതുക്കളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നാണ് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2, 3 എന്നിവ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അടുത്തത്. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. മുഴുവൻ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് കോടതി പ്രഖ്യാപിച്ചു. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്തുവാൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. ബി, സി, ഡി എന്നിവ ശരിയാണ്. അടുത്തത്. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? ഓപ്ഷൻ സി, അതിർത്തി നിർണയ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചുവടെ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. മൗലിക അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള യാതൊരു ഭരണഘടനാ ഭേദഗതിയും നടത്തുവാനുള്ള അധികാരം പാർലമെന്റിനില്ലെന്ന് സുപ്രീം കോടതി വാദിച്ചു. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും ഔദ്യോഗിക കാലാവധി 5 വർഷത്തിൽ നിന്ന് 6 വർഷമാക്കിയത് ഈ ഭേദഗതിയിലൂടെയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബി, ഡി എന്നിവ ശരിയാണ്. ബി, ഡി എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അനുച്ഛേദം 243D. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നു. മൃഗസംരക്ഷണം, മായം ചേർക്കൽ, വിദേശ വ്യാപാരം, ലോട്ടറി, തൊഴിൽ സംഘടനകൾ, പൊതുജനാരോഗ്യം, വിവാഹവും വിവാഹമോചനവും. ഇതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാമാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ബി, ഇ, ജി എന്നിവ. ബി, ഇ, ജി എന്നിവ.
ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. എ, ബി. ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. അടുത്തത് പ്രധാന കമ്മീഷനുകളും അതിൻ്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 2, 4, 1, 3. ശരി. ഉത്തരം മണ്ഡൽ കമ്മീഷൻ, രണ്ടാം പിന്നോക്ക കമ്മീഷൻ, സർക്കാരിയ കമ്മീഷൻ, കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുക, ഷാ കമ്മീഷൻ, അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക, കോത്താരി കമ്മീഷൻ, ദേശീയ വിദ്യാഭ്യാസ കമ്മീഷൻ. അടുത്തത് ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ സമിതികൾ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ഓപ്ഷൻ ബി ആണ്. ഗ്രാൻവിൽ ആൻസ്റ്റീൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായിട്ട് വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജനുവരി 26 ഈ സേവനകാലം അവസാനിക്കും. ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനേഷ് കുമാർ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം തന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 1, 3 എന്നിവയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. ശരിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ശരിയാണ്. അടുത്തത് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ? ബോൾഗാട്ടി. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏവ? 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവ സ്ത്രീകൾ ആയിരിക്കണം. M കമലമായിരുന്നു ആദ്യ വനിതാ കമ്മീഷൻ അധ്യക്ഷ. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. ശരിയായവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. സുഗതകുമാരിയായിരുന്നു ആദ്യത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു മിഠായി, പ്രമേഹബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി, വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷ, സ്നേഹസാന്ത്വനം മാതാപിതാക്കൾ ഇരുവരും അഥവാ ഒരാൾ മരിച്ചുപോയ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള ധനസഹായം. തെറ്റായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3. അടുത്തത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര്? ഓപ്ഷൻ ബി ആണ്. സീറം. മനുഷ്യരിൽ മാംസ്യത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി ട്രിപ്സിൻ. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം ഏത്? റൈബോഫ്ലാവിൻ ജീവകം B2.
താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? ഓപ്ഷൻ ബി ആണ് ടൈഫോയിഡ്. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ഡൽഹി. ഒരു വസ്തുവിൻ്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിൻ്റെ ദ്രവ്യവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി, ദ്രവ്യവുമായിട്ട് ബന്ധമില്ല. 60 ഡിഗ്രി കോണിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം ഇ ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിൻ്റെ ഗതികോർജം എത്രയായിരിക്കും? ഓപ്ഷൻ ബി ആണ് ഉത്തരം, E/4. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 എന്ന അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാകുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 10 കിലോഗ്രാം. മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി, ഗഗൻയാൻ. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 1, 2, 3 എന്നിവ ശരിയാണ്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസസംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണ്ണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോട്ടോപ്പുകളിൽ ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ആണ്. അടുത്തത് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ, ലാന്തനൈഡുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ, ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ, ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏവ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 പരിധിയിൽ 0.05 കൃത്യതയുടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, 1, 3 എന്നിവ ശരിയാണ്. മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118 മൂലകത്തിന്റെ പേര് ഓർഗനൈസൺ എന്നാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നു. 1900 ഒക്ടോബർ 1 പറവൂർ താലൂക്കിൽ ജനിച്ചു. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു. 1959 ബാലസാഹിത്യ ശില്പശാലയുടെ ഡയറക്ടറായി പ്രവർത്തിച്ചു. ദക്ഷിണ ഭാഷ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായിട്ട് പ്രവർത്തിച്ചു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. എ, സി എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാലസാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രങ്ങളാണ് വളർത്തുമൃഗങ്ങൾ. 1992 ദേശീയ പുരസ്കാരം നേടിയ കടവ് എന്ന സിനിമ സംവിധാനം ചെയ്തു. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടങ്ങൾ, ആൾക്കൂട്ടത്തിൽ തന്നെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. A, B, D എന്നിവ ശരിയാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. A, B, D എന്നിവ ശരിയാണ്. അടുത്തത് 2024 നടന്ന T20 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഏറ്റവും കൂടിയ റൺസ് നേടിയ റഹ്മാനുള്ള ഗുർബാസ് പാകിസ്ഥാൻ താരമാണ്.
റൺ വേട്ടയിൽ 3-ാം സ്ഥാനത്തുള്ളത് ഇന്ത്യൻ നായകനായ രോഹിത് ശർമ്മയാണ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ താരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. എ, ബി, സി എന്നിവ തെറ്റായ പ്രസ്താവനകളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം, 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. മികച്ച നടനുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്. ഏറ്റവും മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ. അടുത്തത്, 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റേത്? തെറ്റ്. ഓപ്ഷൻ ഡി ആണ്. ഡി മാത്രം. ആതിഥേയരായ ചൈന 3-ാം സ്ഥാനമാണ് നേടിയത് എന്നത് തെറ്റായിട്ട്. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. 1-ാം സ്ഥാനത്തെത്തിയ രാജ്യം നോർവേ ആയിരുന്നു. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ചെയ്ത് നോക്കിയിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. 51-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 52-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. 53-ാമത്തെ ചോദ്യം 53 ഉത്തരം ഓപ്ഷൻ സി ആണ്. 49. 54-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ 11 സെന്റിമീറ്റർ. 55-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 10 ദിവസം. 56-ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 524. 57-ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 102. 58-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ 676. 59-ാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി 45 മീറ്റർ. 60-ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ്. തിങ്കളാഴ്ച. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബ്രാക്കറ്റ്സ്. One of the boys dash absent today. Option B is absent today. One of the boys is absent today. I am a policeman dash question mark. Aren't I? I'm a policeman, aren't I? It's high time you dash smoking. It's the high time you stopped smoking. If you start early, you dash reach in time. If you start early, you will reach in time. Let's not yield dash temptation. Let's not yield to temptation. All the assignments should be submitted on time. Dash, they will not be evaluated. Option B. All the assignments should be submitted on time, otherwise they will not be evaluated. You had better dash that music down before your dad gets angry. Option D. You had better turn that music down before your dad gets angry. She takes after her father. The phrasal verb takes after in the given sentence means resembles. I write dash every day. I write diary. D-I-A-R-Y. The synonym for cease is stop. പരിഭാഷപ്പെടുത്തുവാൻ പറഞ്ഞിരിക്കുന്നു പ്രസൻസ് ഓഫ് മൈൻഡ്. പ്രസൻസ് ഓഫ് മൈൻഡ് മനസാന്നിധ്യം. ഒറ്റപ്പദമാക്കുക. ജനകന്റെ മകൾ. ജനകന്റെ മകൾ ജാനകി. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ ആശയം എന്ത്? ഓപ്ഷൻ സി തയ്യാറാവുക. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ യഥേഷ്ടം.
താഴെ പറയുന്നതിൽ കാറ്റിന്റെ പര്യായ പദം അല്ലാത്തത്. അനലൻ. ചേർത്തെഴുതുക. സത് പ്ലസ് ജനം സജ്ജനം. വിപരീതം എഴുതുക. ഉഗ്രം ശാന്തം. പിരിച്ചെഴുതുക. നെന്മണി നെൽ പ്ലസ് മണി. കാലുകൾ 2 തവണ കഴുകി അടിവരയിട്ട പദം ഏത്? കാലുകൾ എന്നതാണ് അടിവരയിട്ടിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അലിംഗ ബഹുവചനം. സ്ത്രീലിംഗ പദം എഴുതുക. ലേഖകൻ. ഓപ്ഷൻ സി ലേഖിക. ഇവയിൽ ഏതാണ് വനങ്ങളുടെ പരോക്ഷ നേട്ടമല്ലാത്തത്? ഓപ്ഷൻ എ ആണ് തടി ഉൽപാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗമല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ടൈഗ വനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതിയുള്ള സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ബി മധ്യപ്രദേശ്. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. കാരണം സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവിവർഗങ്ങളും. ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏത്? ICFRE. കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? കാർബൺ സംഗ്രഹണം. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏത്? റിസർവ് ഫോറസ്റ്റ്. MABയുടെ പൂർണ്ണ രൂപം എന്ത്? മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. ചുവടെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി? ഓപ്ഷൻ സി നീലഗിരി മാർട്ടിൻ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏത്? ഇടുക്കി. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2012. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടികയിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏത്? ഓപ്ഷൻ എ എൻഡാഞ്ചേർഡ്. ഇന്ത്യയിൽ എത്ര റാംസാർ പ്രദേശങ്ങളുണ്ട്? 89. വന്യജീവി സംരക്ഷണ നിയമം 1972 ഏത് ചാപ്റ്ററിലാണ് കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനെയും തടയുന്നതിനെയും പറ്റി പ്രതിപാദിക്കുന്നത്? ചാപ്റ്റർ 6. ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്ററുകളും ഡാഷ് സെക്ഷനുകളുമുണ്ട്. ഓപ്ഷൻ ബി 13 ചാപ്റ്റർ 96 സെക്ഷൻസ്. ഇന്ത്യയിൽ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1980. പ്രോജക്റ്റ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2013. താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് എന്ന് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 2, 3, 4 എന്നിവ ശരിയാണ്. 2, 3, 4. സംരക്ഷിത വന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 2 സെക്ഷൻ 3 ആണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ നിരോധിക്കുന്നതിനെ പറ്റി പരാമർശിക്കുന്നത് വന സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 2 ആണ്. ഗ്രാമ വന വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കുന്നത് ഇന്ത്യൻ വന നിയമം 1927 ചാപ്റ്റർ 3 സെക്ഷൻ 28 ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാൽ വിവരസാങ്കേതിക നിയമപ്രകാരം നിഷ്കർഷിക്കാവുന്ന ശിക്ഷ 5 വർഷം 10 ലക്ഷം രൂപ. അവസാനത്തെ ചോദ്യം: ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ മനഃപൂർവ്വം നീക്കം ചെയ്യുകയോ മറയ്ക്കുകയോ നശിപ്പിക്കുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്ന കുറ്റമാണ് സൈബർ ടാമ്പറിംഗ്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ നോക്കിയത്. ഈ ഉത്തരങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്